അസ്സലാമു അലൈക്കും റമദാൻ കരീം. അപ്പോൾ ഇന്ന് ഇതാ ഇറച്ചിപ്പത്തിരിക്കുള്ള ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഉന്നക്കായ്ക്കുള്ളതും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നെയ്ബേഴ്സിനൊക്കെ കൊടുക്കുന്ന ദിവസമാണ്. അപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉന്നക്കായുടെ പഴമൊക്കെ വേവിച്ചെടുത്തിട്ട് ഇതേപോലെ മന്ത് വെച്ചിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇനി നമുക്ക് ഉന്നക്കായ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലോങ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇതാ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്ത് ഉന്നക്കായ് ഫുള്ളും ഇതേപോലെ ഉരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നെയ്ബേഴ്സ് എന്ന് പറഞ്ഞാൽ ഹിന്ദുസും മുസ്ലിംസൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവർ എന്താ പറയുക, എല്ലാ വർഷവും ഓണത്തിനൊക്കെ സദ്യയൊക്കെ കൊണ്ടുവരും. അപ്പോൾ അതേപോലെ നമ്മളിങ്ങനെ പെരുന്നാളിനും നോമ്പിനൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ടും കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അത് ഉന്നക്കായ് മുഴുവനായിട്ട് അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇറച്ചിപ്പത്തിരി ചെയ്തെടുക്കുകയാണ്. ഇറച്ചിപ്പത്തിരിയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ മാഹി തലശ്ശേരിയിലൊക്കെ സ്പെഷ്യലാണ്. ഇവിടെ കോഴിക്കോടൊക്കെ സമൂസയാണ് കാര്യമായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടിയും സിമ്പിൾ ഇതാണ് കേട്ടോ. എനിക്ക് ശീലമുള്ളത് കൊണ്ട് ഇതാണ് ഞാൻ അധികം ചെയ്തെടുക്കാറ്. സമൂസ എനിക്ക് ചെയ്യാൻ അറിയാം, പക്ഷേ അതിനെക്കാട്ടി എനിക്കിഷ്ടം ഇത് ചെയ്യാനാണ്. കുറച്ചും കൂടെ എനിക്ക് ഒരു പ്രാക്ടീസ് ഉള്ള പോലെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ അധികം ചെയ്യാറുള്ളത്. ഫില്ലിംഗ് ഒക്കെ സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് വേണ്ടിയിട്ടുള്ളത് കുറച്ച് വലുതാക്കി നമ്മൾ പെട്ടിപ്പത്തിരി എന്ന് പറഞ്ഞിട്ടുള്ള അറിയാമല്ലോ, ആ ഒരു ഷേപ്പിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ. കൊടുക്കാനുള്ളതൊക്കെ ചെറിയ രീതിയിൽ ഇറച്ചിപ്പത്തിരി പോലും ചെയ്തു. അതിൻ്റെ ഇടയിൽ ഇതാ ഉന്നക്കായൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഉന്നക്കായ് നമ്മൾ ഇറച്ചിപ്പത്തിരിക്ക് പരത്തുമ്പോൾ തന്നെ ചെയ്യുകയാണ്. കാരണം ഇത് കുറച്ചൊരു ടൈം എടുക്കുമല്ലോ. നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉന്നക്കായ് ഫ്രൈ ചെയ്തെടുക്കാൻ, അതിലൊരു മീഡിയം ലോയിലൊക്കെ വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 2 സെറ്റൊക്കെ ഉന്നക്കായ് ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ എന്താ പറയുക ഇറച്ചിപ്പത്തിരിയും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളത് നമ്മൾ നോമ്പുറക്കുന്ന ടൈം അല്ലാതെ അതിന് കുറച്ച് മുന്നായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറച്ച് അധികം ചെയ്തെടുക്കാനുള്ളത് കൊണ്ട് തന്നെ ടൈം നല്ല സ്പീഡായിട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒക്കെ ചെയ്തെടുത്തു. പിന്നെയുള്ള വീഡിയോസൊക്കെ എന്താ പറയുക ശരിക്കും അങ്ങോട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല, പറ്റിയതുപോലെയൊക്കെ എടുത്തു. അപ്പോൾ ഇതാ ബാക്കി ഇറച്ചിപ്പത്തിരി ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്കുള്ളത് പിന്നെ ഉന്നക്കായൊക്കെ ലാസ്റ്റിലേക്കാണ് ഫ്രൈ ചെയ്തെടുത്തത്. കൊടുക്കാനുള്ളതൊക്കെ ഓരോ ബാച്ചാക്കിയിട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതാ നമ്മുടെ നോമ്പറൊക്കെ സെറ്റായിട്ടുണ്ട്, ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.